അങ്ങനെ സാഹചര്യത്തിൽ അങ്ങയുടെ തന്നെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന ഡോക്ടർ രതീഷ് കളയാടുന്ന ഒരു ലേഖനത്തിൽ പറഞ്ഞിരുന്നു ഈ പി എം ശ്രീയുടെ MOU പദ്ധതി ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു നോക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ ലേഖനത്തെ താങ്കൾ തള്ളുകയാണോ? രതീഷ് കാളിയാടൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായോ? എന്താണ് നിങ്ങൾ വീണടിക്കുന്ന ഇങ്ങനെ വീണ്ടാൻ എന്താ ചെയ്യുക? കാര്യങ്ങളൊന്ന് കാണും, ശരിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകുക. PM-ശ്രീ എന്ന പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയല്ലോ. ഇപ്പൊ ശിവൻകുട്ടി എല്ലാ ദിവസവും അതിനെപ്പറ്റി വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇത് നടപ്പാക്കുന്നില്ല എന്നാണല്ലോ ഞങ്ങൾ സ്വീകരിച്ച നിലപാട്. ആ നിലപാട് തുറന്നു വരികയല്ലേ. എന്തിന് എന്തിനാണ് UDF നടപ്പാക്കുന്നുള്ളതല്ലേ പ്രശ്നം? കേന്ദ്ര ഫണ്ടിന്റെ ഭാഗമായിട്ടുള്ള കാര്യമല്ല, PM-ശ്രീ ഫണ്ടിന്റെ ഭാഗമാണ്. PM-ശ്രീ ഫണ്ട് വാങ്ങുന്നു എന്നുള്ളതാണ് പ്രശ്നം. PM-ശ്രീ ഫണ്ട് വാങ്ങാൻ തയ്യാറില്ല. അതാണ് കേരളം സ്വീകരിച്ച നിലപാട്. അല്ല, നിങ്ങളെ വ്യാഖ്യാനാണത്. ഞാൻ PM-ശ്രീ ഫണ്ട് സ്വീകരിക്കുന്നല്ല പറഞ്ഞത്, PM-ശ്രീയിൽ തുടർന്നല്ല പറഞ്ഞത്. PM-ശ്രീയുടെ ഭാഗമാകാൻ ഞങ്ങളില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ആ മനസ്സിലാകായ്മ തുടരുകയാണ്. ബാക്കി പിന്നെ എടുക്കാം നമുക്ക്. PM-ശ്രീയിൽ ഒപ്പിട്ടാലും അല്ലെങ്കിൽ അത് ആ പദ്ധതി നടപ്പാക്കിയാലും കേന്ദ്ര പാഠ്യപദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഈ PM-ശ്രീ പദ്ധതി കേന്ദ്ര പാഠ്യപദ്ധതി കേരളത്തിൽ നടപ്പാകാതെ ഈ ആ ഫണ്ടും അതിന്റെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് ഒരു നല്ല തീരുമാനമായി കണ്ടുകൂടെ? 2024 ഈ വിദഗ്ധ സമിതിയെ, അതായത് വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കീഴിൽ 4 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. അന്ന് എന്തെങ്കിലും പാകപ്പിഴകൾ കണ്ടെത്തിയിരുന്നെങ്കിൽ 2025 ഒപ്പുവെക്കുന്നതിന് പിന്മാറിയിരുന്നാൽ പോലെയാണോ? ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയല്ലോ, ഈ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പുത്തൻ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി ശരിയായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ച് നമ്മുടെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയ ഏക സംസ്ഥാനം കേരളമാണ്. അത് ഞങ്ങൾക്ക് മാത്രമേ അവകാശപ്പെടാൻ പറ്റൂ. നിങ്ങളിപ്പോൾ വല്ലാതെ സംരക്ഷിക്കാൻ നോക്കുന്ന UDF-ന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ഇല്ലേ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് പോയി നോക്ക് ഏത് പാഠപുസ്തകമാണെന്ന്. അപ്പോൾ ആ അജണ്ടയുടെ ഭാഗമാണ് ഇവിടെ നടക്കുന്നത്, അത് മറക്കരുത്. അതേ കാണാൻ ഇല്ല, പറയാറായിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം 6000-ലധികം സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് KSRTC നിലനിൽക്കുന്നത്. അത് ആ പ്രശ്നമൊക്കെ ഗവൺമെന്റ് പരിഹരിച്ചോളും, ഗവൺമെന്റ് നോക്കിക്കോളൂ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് കേരളമാകെ പരീക്ഷാ ക്രമക്കേടാണോ വലിയ ചർച്ചയാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് വലിയ സമരമൊക്കെ നടക്കും. കേരളത്തിൽ സമീപകാലത്ത് ഒരു വലിയ പരീക്ഷാ ക്രമക്കേട് വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. PSC-യിലെ ഒരു മൂല്യനിർണ്ണയത്തിൽ വലിയ അട്ടിമറി നടക്കുകയും ഒരാൾക്ക് അങ്ങനെ 1ാം റാങ്ക് കൊടുക്കുകയും ചെയ്തു. പ്രതിപക്ഷം അക്കാര്യത്തിൽ ഒരു പ്രതികരണം ഇതുവരെ നടത്തിയത് കണ്ടില്ല. അല്ല, അതിൽ PSC തന്നെ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളുടെ ഭാഗമായി അവർ അന്വേഷണം നടത്തി അതിൻ്റെ തുടർ നടപടികളും അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ യാതൊരു ആശങ്കക്കും അടിസ്ഥാനമില്ല. അത് വേറൊരു അജണ്ടയാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നത്, ഇത്തരം സ്ഥലങ്ങളിൽ നിയമനം നടക്കുന്നത് PSC മുഖേനയാണ്. ആ PSC-യുടെ കാര്യക്ഷമത അത് തകർക്കാനാകുമോ എന്നൊരു നോട്ടം നേരത്തെ തന്നെ ചിലർക്കുണ്ടായിരുന്നു. അതിലൂടെ ലക്ഷ്യമിടുന്നത് എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. നിയമനം ഇതേപോലെ നടക്കേണ്ടതില്ല. നിയമനത്തിന് തടസ്സങ്ങൾ വരണം, അതിന് PSC-യെ ദുർബലപ്പെടുത്തണം എന്നൊരു തോന്നലുണ്ടോ? ആ അജണ്ടയുടെ ഭാഗമാണോ? അത് കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഈ നയം അതിനുള്ളതാണ് നമ്മൾ കാണണം. ബാക്കി പിന്നെ പറയാം.